ഇപ്പോൾ ദയൊക്കെ ചെയ്യുന്ന സമയത്ത് മോണിറ്ററിൽ ഒക്കെ വെച്ച് അങ്ങനെ കാണാവുന്ന ഒരു പീരീഡ് ആയിരുന്നു സിനിമ ചെയ്യുന്ന ഒരു ഇല്ല. അതായത് നമ്മുടെ ഈ ഇപ്പോൾ ഒരു ക്യാമറാമാൻ്റെ ലൈഫിൽ അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെങ്കിലും ഒരു ഭയങ്കര റിലീഫ് തന്നൊരു സാധനമാണ് ഈ മോണിറ്റർ സംവിധാനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ ഈ ഡിജിറ്റലല്ല, പണ്ടുമുണ്ട്. അപ്പം ഇതിനു മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ആർക്കും കാണാമില്ല, ഇത് ക്യാമറമാൻ മാത്രം കാണുന്ന ഒരു ഭയങ്കര എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഷോട്ട് സംഭവിക്കുമ്പോൾ എന്താണ് ആക്ച്വലി നടക്കുന്നത് എന്നുള്ളത് പണ്ട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പിന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കാണാം, പിന്നെ എന്താണ് സംഭവിക്കുന്നത് അറിയാം. ഡയറക്ടർ ഷോട്ട് ഓക്കെ ചെയ്യണമെങ്കിൽ പിന്നെ അത് കണ്ടിട്ട് ചെയ്യാം, ആക്ടർക്ക് വന്ന് ചെക്ക് ചെയ്യാം. പണ്ട് അങ്ങനെയല്ല, എല്ലാവരും ഷോട്ട് കഴിഞ്ഞാൽ ക്യാമറമാനെ വന്നോട്ടാണ് നോക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതൊക്കെ ഒരുപാട് വ്യത്യാസമാണ് അന്ന് അത്. അപ്പോൾ അന്ന് ഈ ദയ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി ആദ്യം. കാരണം സണ്ണിയാണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഞാൻ വെളിയിൽ നിൽക്കുകയാണ്, മോണിറ്ററൊന്നുമില്ല. പിന്നെ എനിക്കിത് എന്താണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ ആകെപ്പാടെ കൺഫ്യൂഷൻ. ഞാൻ നോക്കിയാൽ ഒന്നും കാണുകയില്ല, അവിടെ എല്ലാം കട്ടറും അതും ഇതും സാധനങ്ങളും ലൈറ്റും ഒക്കെ ഇങ്ങനെ ഇരിക്കുക ഒന്നും. അപ്പോൾ അവസാനം ഞാൻ സണ്ണിയോട് പറഞ്ഞു, സണ്ണി പ്ലീസ് എനിക്കിതിനകത്തൊന്നും നോക്കിയില്ല, രക്ഷയില്ല, അതുകൊണ്ട് സണ്ണി ഞാനിന്നെ നോക്കിയൊന്നും എൻ്റെ സണ്ണി ഞാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാമറ കൂടെ നോക്കിക്കൊണ്ട് അത് ചെയ്യാൻ തുടങ്ങിയ അവസാനം. അപ്പം അതുമൊക്കെ എനിക്ക് ചെറിയ ഓർമ്മയുണ്ടായിരുന്നു. വേറെ ആളെ വിളിച്ചിട്ട് ഇനി നമ്മൾ വീണ്ടും ഈ പരിപാടി തന്നെ ചെയ്യാൻ പാടില്ലല്ലോ. ശരിക്കും നന്നായി വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്ക് വേറെ ആൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇരുന്ന് പോകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ല, അങ്ങനെയില്ല. അത് നമ്മളൊരു മറ്റേ ആൾക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാൻ തോന്നിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. എഡിറ്റിങ്ങിനെ കുറിച്ച് ഇനി എടുത്തു പറയേണ്ടതുണ്ടല്ലോ. സാർ എന്നെ പറഞ്ഞോളൂ. ഇല്ല, ഒന്നുമില്ല. എഡിറ്റിങ് ആക്ച്വലി ഞാൻ നേരത്തെ ചെയ്ത പടം മീന തന്നെയാണ് ചെയ്തത്. അപ്പം ഇതിൻ്റെ പടത്തിൻ്റെ ആദ്യം സ്ക്രിപ്റ്റ് സമയത്തൊക്കെ തന്നെ ഞാൻ മെയിനായിട്ട് കാര്യങ്ങളൊക്കെ ആലോചിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇത് വളരെ പിന്നെ എന്താ പറയണ്ടേ, ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഡയലോഗ് പടമാണിത്. ഇതിൻ്റെ അത് സ്പീച്ചാണ്, ആളുകൾ തമ്മിലുള്ള കോൺവെർസേഷനാണ് മെയിൻ നമ്മുടെ സ്ട്രക്ചറിൻ്റെ തീം എന്ന് പറയുന്നത്. കാര്യങ്ങൾ സംഭാഷണത്തിൽ കൂടെയാണ് പലപ്പോഴും നീങ്ങുന്നത്. അപ്പോൾ ഈ ഡയലോഗ് ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ ഡയലോഗ് കട്ടിങ് അല്ലെങ്കിൽ ഡയലോഗ് ഷൂട്ട് ചെയ്യുന്ന രീതിക്ക് പിന്നെ നമുക്ക് പല രീതികളുണ്ട്. ഞങ്ങൾ ഈ പടത്തിൽ ചൂസ് ചെയ്ത ഷൂട്ട് ചെയ്യാനുള്ള രീതി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പിന്നെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള, ഇപ്പം നമ്മളപ്പോൾ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഏകദേശം ടെലിവിഷൻ്റെ ഒക്കെ ചെറിയ ഒരു ഇത് കാണുമായിരിക്കും ചിലപ്പോൾ, എനിക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ഈ എഡിറ്റിങ് വളരെ പ്രധാനമാണ് എൻ്റെ അത്. ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡയലോഗിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകണമെങ്കിൽ എഡിറ്റർ ശ്രദ്ധിച്ച് അത് കറക്റ്റായിട്ട് തുടങ്ങേണ്ട സ്ഥലത്ത് തുടങ്ങുക, നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുക, അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാക്കുക, ഇതും ഒക്കെ ചെയ്ത് അതിനൊരു എന്താ പറയുക ഒരു പ്രോഡക്റ്റായിട്ട് ആ ഡയലോഗിനെ മാറ്റുക എന്നുള്ള ജോലി എഡിറ്ററുടെ ജോലിയാണ്. അത് എനിക്ക് തോന്നുന്നത് ഈ പടം എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് അതിനെപ്പറ്റി. നന്നായിട്ടുണ്ട്, കൊള്ളാം. എങ്ങനെയാ ത്രൂ ഔട്ട് ദി ഫുൾ സ്റ്റേജസിലെല്ലാം ഉണ്ടായിരുന്നു കൂടെ, എഡിറ്ററും കൂടെ ഇരിക്കുമായിരുന്നു? ഷൂട്ടിങ്ങിനൊന്നും പിന്നെ 1-2 ദിവസം വന്നത്രേ ഉള്ളൂ. ജോലിയുണ്ടല്ലോ. അല്ല, ഇപ്പൊ ഇങ്ങനെ പാർട്ട്ണർ തന്നെയാണ് എഡിറ്റർ എന്നുള്ളപ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേക അഡ്വാൻറ്റേജസ് ഉണ്ടോ? ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഫ്രീ ആയിട്ട് വഴക്കുണ്ടാക്കാം, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇറങ്ങിപ്പോവും. ഇനി നമുക്ക് അപർണയോട് വീണ്ടും നമുക്ക് ചോദിക്കാം. അപർണയുടെ ആദ്യത്തെ ചിത്രം ABCD ദുൽഖറിന്റെ കൂടെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ദുൽഖറിന്റെ അച്ഛന്റെ കൂടെ അഭിനയിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു അച്ഛന്റെയും മകന്റെയും കൂടെ അഭിനയിക്കുമ്പോൾ ഡിഫറൻസും സിമിലാരിറ്റി ഒക്കെ എന്തായിരുന്നു? സിമിലാരിറ്റി ഒട്ടുമില്ല, ഡിഫറൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. ബിക്കോസ് ഓബ്വിയസ് ഡിഫറൻസസ് ഉണ്ടായിരുന്നു. എനിക്ക് ദുൽഖർ ഫ്രണ്ടാണ്. ഇപ്പോൾ മമ്മൂട്ടി സാർ എനിക്ക് ഫ്രണ്ട് അല്ല. മമ്മൂട്ടി സാർ ഇസ് എ ലെജൻഡ്. മമ്മൂട്ടി സാർ അത്രയും വലിയൊരു ആക്ടറാണ്. അപ്പോൾ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. നമ്മൾ ABCD ചെയ്യുമ്പോൾ എനിക്ക് ആദ്യത്തെ സിനിമ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ഫീൽ ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ABCD കുറേ ആക്ടേഴ്സ് ന്യൂ ആക്ടേഴ്സ് ആയിരുന്നു. പക്ഷേ ഇതിൽ ഓൾ സോ എക്സ്പീരിയൻസ്ഡ്, അച്ചീവ്ഡ്, അവാർഡീസ് എല്ലാവരും അങ്ങനത്തെ പീപ്പിൾ ആയിരുന്നു. സോ ഒരു സൂപ്പർബ് എക്സ്പീരിയൻസ് ആയിരുന്നു മമ്മൂട്ടി സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ. ഞാൻ ആക്ച്വലി ഈ സിനിമയിൽ അഭിനയിച്ച് ഭയങ്കര ലക്കിയാണ്. ടു വർക്ക് വിത്ത് വേണു സർ, ടു വർക്ക് വിത്ത് ഉണ്ണി സർ, മമ്മൂട്ടി സർ, പിന്നെ കുറേ ബാക്കിയുള്ള ആക്ടേഴ്സൊക്കെ കൂടെ എനിക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. നെടുമുടി വേണു സർ, രഞ്ജി പണിക്കർ സർ, അതൊക്കെ. അപ്പോൾ ഇറ്റ് വാസ് എ സൂപ്പർ എക്സ്പീരിയൻസ് ടു ബി വിത്ത് മമ്മൂട്ടി സർ. ബിക്കോസ് ഞാൻ ചെറുപ്പത്തിൽ തലപ്പത്തി ഫാനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു
വൺ മോർ ഹീറോൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദിവസം ഫുൾ ടെൻഷനായിരുന്നു. പക്ഷേ സാർ തന്നെ വന്നിട്ട്, മമ്മൂട്ടി സാർ വന്നിട്ട് ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടെല്ലാം കൂളാക്കി. അവർ വളരെ ഒരു കൂൾ പേഴ്സണാണ്. അപർണയുടെ ഇപ്പം വേണു സാർ തന്നെ പറയുണ്ടായി ചെറിയൊരു കൺഫ്യൂഷൻ വന്നത് കുറേ നാളായിട്ട്. അപർണയുടെ ഇപ്പം വന്നിട്ടുള്ള സിനിമകളിലൊക്കെ ഏകദേശം ഇതേ സിമിലർ ലുക്ക് തന്നെയാണ്. അപർണയെ നമ്മൾ എപ്പോഴും കാണുന്ന പോലെ തന്നെയാണ് സിനിമയിൽ ഇരിക്കുക. ഷോർട്ട് ഹെയർ ആണ്, സ്പെക്സ് വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധാരണയായി ഇപ്പോൾ ആക്ട്രസ്മാരെല്ലാവരും നമ്മളുടെ ഇവിടെ നീണ്ട മുടിയൊക്കെ ഉള്ളതൊക്കെയാണ് ഒരു പക്ക നമ്മുടെ മലയാളി കോൺസെപ്റ്റ്. അപ്പോൾ ഷോർട്ട് ഹെയർ ആരും അങ്ങനെ ധൈര്യപ്പെടാറില്ല. അപ്പോൾ എനിക്കത് പാർവതി മാത്രമേ ഉള്ളൂ വേറൊരു ആക്ട്രസ് പറയാൻ ഏകദേശം ഒരു സിമിലർ ഹെയർ സ്റ്റൈൽ ഉണ്ടെന്ന് പറയാൻ. അപ്പോൾ ഇതിൽ നിന്നൊരു ചേഞ്ച് വരണമെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു വേറൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുവാണെങ്കിൽ ആക്ച്വലി ഈ സമയം നമ്മൾ മുന്നറിയിപ്പ് ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തിൻ്റെ മുമ്പ് തന്നെ ഒരു ചെറിയ ഹെയർ കട്ട് നടന്നു പോയി. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്കത് വേറെ ഒരു ഹെയർ കട്ട് ചെയ്തിട്ട് അത് മാച്ച് ചെയ്തു. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ ആസ് എൻ ആക്ടർ നമുക്ക് അറ്റാച്ച് ചെയ്യുന്നു. എൻ്റെ എല്ലാ സിനിമയിൽ ഷോർട്ട് ഹെയർ അല്ല, ഒന്നോ രണ്ടോ സിനിമയിൽ വിഗൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ജനറലി ഐ ലൈക്ക് ഷോർട്ട് ഹെയർ, അത്രേ ഉള്ളൂ. പക്ഷേ ആസ് എൻ ആക്ടർ നമുക്ക് വേണമെങ്കിൽ ഉള്ള ഒരു സ്പേസ് നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. വേണു സാർ ഒരു സ്ഥിരം മൊട്ടയടിക്കായിരുന്നു എന്നൊക്കെ പറയുന്നു, ശരിയാണോ? അതെ. എന്താ അതിന്റെ പിന്നിലുള്ള ഒരു പ്രചോദനം എന്താണ്? ഒന്നുമില്ല, എന്തെങ്കിലും തിരുപ്പതി പോവാ മൊട്ടടിക്കുക, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഒരു വർഷത്തിൽ കുറേ പ്രാവശ്യം തിരുപ്പതി പോകും, അറ്റ്ലീസ്റ്റ് 2-3 പ്രാവശ്യം. അപ്പോൾ പോകുമ്പോൾ അല്ലേ മൊട്ടടിച്ചോളും, അത്രേ ഉള്ളൂ. ഏറ്റവും പിന്നാടി റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ആൾക്കാർ ചോദിക്കും ഈ മുടിൻ്റെ പുറകെ എന്നാ പ്രശ്നം? ഒന്നുമില്ല, ചീപ്പ് വേണ്ട, ഒന്നും വേണ്ട, കുളിക്കാൻ വരിക, ഇറക്കുക. അഭിലാഷ് പ്രൊഡ്യൂസർ പറയായിരുന്നു കിലുക്കത്തിൽ ഒരു രേവതിയുടെ കട്ടുണ്ടെന്നൊക്കെ പറയായിരുന്നു. തീർച്ചയായും സർ, വീണ്ടും നമ്മൾ സിനിമയിലേക്ക് തന്നെ വരാണെന്നുണ്ടെങ്കിൽ സംഗീതം, ഓക്കെ, സംഗീതത്തിനെ കുറിച്ച് ബിജിപാൽ കൈകാര്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ഒരു സിനിമയിൽ പാട്ട് പാട്ടില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊപ്പം ഒരുപാട് സ്കോപ്പുള്ള ഒരു സിനിമയാണോ? എങ്ങനെയാണ് അതിൻ്റെ എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്? ഉണ്ട്, കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിൻ്റെ അത് വളരെ പ്രധാന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് നല്ല ഇതുണ്ട്. എങ്ങനെയാണ്, ഏത് രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കണം, അതിൻ്റെ ഒരു നേച്ചർ എന്തായിരിക്കണം, നമ്മൾ കേൾക്കുമ്പം എന്തായിരിക്കും. സൗണ്ട് ട്രാക്കിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിരുന്നു. ഏകദേശം ഇങ്ങനെയൊക്കെ വേണം, നല്ല റിച്ച് ആയിട്ടുള്ള സൗണ്ട് ട്രാക്ക് ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ. എന്നാലും പൊതുവേ ഞാനൊരു ചെറിയൊരു മനസ്സിലൊരു വെസ്റ്റേൺ സ്റ്റൈലുള്ള മ്യൂസിക് തന്നെ ഇതിന് സൂട്ടബിൾ ആയിരിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട്, ക്ലാസിക്കൽ അങ്ങനത്തെ ഒരു മ്യൂസിക്കിന് വേണ്ടി ആണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ ഞാൻ ബിജിയുടെ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പം ഇത് കൊടുത്തിട്ട് ബിജുവൽ എനിക്കൊരു ഒരു സീക്വൻസ് ഒരു മ്യൂസിക് ചെയ്ത് എന്നെ കേൾപ്പിച്ചു തന്നു, ഇത് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമായെന്ന് മാത്രമല്ല, ഞാൻ ഏകദേശം ഉദ്ദേശിച്ച രീതിയിലുള്ള മറ്റേ സ്ട്രിങ് ക്വാർട്ടറ്റ് എന്ന് പറയുന്ന ചെല്ലോയും വയലിനും കൂടെ ചേർത്തിട്ടുള്ള ഒരു സാധനമാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. വിജയ് അത് പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞിട്ട് വിജയ് വളരെ നന്നായിട്ട് ചെയ്തു, എനിക്ക് വളരെ ഇഷ്ടമായി. ഇനി നമ്മൾ പ്രധാനപ്പെട്ട 2 ആക്ടേഴ്സിനെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിച്ചുള്ളൂ, അപർണയും മമ്മൂട്ടിയും. മറ്റ് കേന്ദ്ര കഥാപാത്രം, ഇമ്പോർട്ടൻറ്റ് കഥാപാത്രങ്ങളൊക്കെ നെടുമുടി വേണുണ്ട്, നമ്മുടെ രഞ്ജി പണിക്കർ ഒരു മെയിൻ റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ രഞ്ജി പണിക്കറാണ് ഇവർ പ്രധാന 2-3 വേഷങ്ങളൊന്നും രഞ്ജി ചെയ്യുന്നത്. രഞ്ജി പണിക്കർ ഭയങ്കര അഭിനയല്ലേ ഇപ്പോൾ. അപ്പോൾ അത് മാത്രമല്ല, രഞ്ജി ഒരുപാട് കാര്യത്തിൽ ഞങ്ങളെ ഷൂട്ടിംഗ് സമയത്ത് ഹെൽപ്പ് ചെയ്യുകയും ഒരുപാട് നമ്മളെ എൻകറേജ് ചെയ്യുകയും, നമുക്ക് കൺഫ്യൂഷനുള്ള കാര്യങ്ങൾ പ്രശ്നമില്ല, അത് കറക്റ്റാണെന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. വളരെ വളരെ ഹെൽപ്ഫുള്ളായിരുന്ന ഒരാളാണ് രഞ്ജി പണിക്കർ നമ്മളുടെ ഈ പടത്തിൻ്റെ എല്ലാ സ്റ്റേജിലും. അപ്പം നെടുമുടി വേണു, രഞ്ജി പണിക്കർ, പിന്നെ ആരൊക്കെയാണ്? രഞ്ജി പണിക്കർ, പ്രതാപോത്തൻ, ശ്രീരാമൻ, കോട്ടയം നസീർ, കൊച്ചു പ്രേമൻ, പാർവതി, മുത്തുമണി, പിന്നെ മിനോൺ എന്ന് പറഞ്ഞിട്ടൊരു 13 വയസ്സുള്ളൊരു പയ്യൻ, 12-13 വയസ്സുള്ളൊരു പയ്യൻ ഒരു നല്ലൊരു വലിയ റോൾ ചെയ്യുന്നുണ്ട്.
മാസ്റ്റർ മീനോൻ എന്ന് പറഞ്ഞാൽ അവൻ മറ്റേ ഈ ഒരു നല്ല പടത്തിൽ ഏതോ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പിന്നെ അങ്ങനെ ഒരു സ്കൂളിലൊന്നും പോകാത്തൊരു കുട്ടിയാണ്. തന്നെത്താൻ വീട്ടിലിരുന്നിട്ടാണ് പഠിത്തമൊക്കെ. സ്കൂളിൽ പോയിട്ടില്ല. അങ്ങനെ ഒരു സ്പെഷ്യൽ കേസാണ്. അത് വളരെ രസമായിട്ടുണ്ട്. പിന്നെ ജോയ് മാത്യു പറഞ്ഞില്ല, ജോഷി മാത്യു, ഡയറക്ടർ ജോഷി മാത്യു ഒരു ചെറിയ റോൾ ചെയ്യുന്നുണ്ട്. സുധീഷ് ഉണ്ട്, നമ്മുടെ കോഴിക്കോട് സുധീഷ്. പിന്നെ അങ്ങ് കുറച്ച് പിന്നെ കോഴിക്കോടുള്ള കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്, ചെറിയ റോള് ചെയ്യുന്ന ആളുകൾ. പ്രധാന ലൊക്കേഷൻ കോഴിക്കോടായിരുന്നു മുഴുവൻ. പിന്നെ ഉണ്ടാലും ജയിലിൽ കുറച്ച് വിയ്യൂർ ജയിലിൽ ഒരു 2 ദിവസം ഷൂട്ട് ചെയ്തു. ഈ ജയിലിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇപ്പൊ അപർണയുടെ ഒരു ക്യാരക്ടർ ജേർണലിസ്റ്റ് ആയിട്ട് ജയിലിൽ പോകുന്ന ഒരു സംഭവമാണ് സിനിമയിലുള്ളത്. അപ്പൊ ഇപ്പൊ സാർ ഇപ്പോ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ അവിടെ പോയപ്പോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക വല്ലാത്ത ലൈഫുള്ള ആൾക്കാരെയൊക്കെ അങ്ങനെ കാണാനൊക്കെ പറ്റും? ഞാനങ്ങനെ നമ്മൾ പ്രിസണേഴ്സുമായിട്ട് ഇടപെടാൻ പാടില്ല ജയിലിൽ ഷൂട്ടിങ്. ഞാൻ ഒത്തിരി ജയിലിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള. അവരുമായിട്ട് അവർ പടത്തിൽ വരാൻ പാടില്ല. അവരുമായിട്ട് നമുക്കങ്ങനെ അവർക്ക് ഇഷ്ടമല്ല, നമ്മളത് ചെയ്യുന്നവർക്ക് ഇഷ്ടമല്ല, പാടില്ല എന്നാണ്. പിന്നെ ഉണ്ടായത് ഞങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കാൻ വേണ്ടി ജയിലിലെ നമ്മൾ അതിൻ്റെ അകത്ത് ഈ ടെക്നിക്കൽ കാര്യങ്ങൾ തെറ്റുവരുത് എന്ന് വെച്ചിട്ട് ഞാൻ അവിടുത്തെ നേരത്തെ പോയി അവിടുത്തെ ഒരു ലൈസൺ ഓഫീസറുമായിട്ട് സംസാരിച്ചു. അപ്പം പുള്ളി ഇങ്ങനെ എന്താണ് കഥ എന്ന് ഞാൻ പറഞ്ഞു, ഇതാണ് കഥ. എനിക്ക് അറിയേണ്ട 2 കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് 20 വർഷം ജയിലിൽ കിടന്ന ഒരാൾ 20 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഇയാൾക്ക് എത്ര രൂപ കൈ കിട്ടും? ഇത് എനിക്കറിയാൻ വയ്യ അത് ഇത് ചോദിച്ചാലേ മനസ്സിലാക്കുള്ളൂ. അപ്പം പുള്ളി പറഞ്ഞു 20 വർഷം കിടന്നാൽ ഒരു 1 ലക്ഷം രൂപയൊക്കെ വരെ ഇടയ്ക്ക് പൈസ ഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടും, വീട്ടിലൊക്കെ അയക്കുന്നില്ലെങ്കിലും ഒക്കെ അത്ര പൈസ കിട്ടും. ശരി എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ഇപ്പം ഇവിടെ നാരായണൻ എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പുള്ളി 20 വർഷമായിട്ട് ജയിലിൽ കിടന്നിട്ട് ഇപ്പോൾ പോയേ ഉള്ളൂ. പുള്ളിക്ക് പോകാൻ വീട്ടിലാരുമൊന്നുമില്ല. അപ്പോൾ ഈ പുള്ളിയുടെ ഈ പൈസ കൊടുത്തു വിടാൻ ഇവർക്ക് പേടി. കാരണം പുള്ളിക്ക് ലോകമായിട്ട് ബന്ധമില്ലാതായിട്ട് ഒരിക്കലും പുറത്ത് പോയിട്ടില്ല, പരോളില്ല, ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. അതും ഭാര്യയെ കൊന്നെന്നുള്ള കേസിൽ വന്നൊരു ആളാണ്. അപ്പോൾ ഇദ്ദേഹം പോകാൻ നേരത്ത് ഇവർക്ക് പേടിയായിരുന്നു പൈസ കൊടുത്തു വിടാൻ. കാരണം ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നുള്ളൊരു ഉറപ്പാണ്. അപ്പോൾ അവരത് നേരിട്ട് പിന്നെ ബാങ്ക് വഴിയൊക്കെ അത് എത്തിച്ച് കുറച്ച് പൈസയൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ ഇത് നമ്മുടെ ക്യാരക്ടറുമായിട്ട് വളരെ ഒരു സിമിലാരിറ്റി എനിക്ക് തോന്നി. ഇയാളുടെ കാര്യത്തിന് അയാൾക്ക് പോകാനൊരു താല്പര്യമില്ലായിരുന്നു പറഞ്ഞു.